അപ്പോൾ ഇന്ന് തിരൂർ പെരുന്നാളിൻ്റെ മൂന്നാമത്തെ ദിവസമാട്ടോ. അതായത് ഇന്നത്തോടു കൂടി തിരൂർ പെരുന്നാൾ അവസാനിക്കും. നമ്മൾ ഇന്നലെ പോയിട്ട് വീഡിയോ കണ്ടു. ഇന്നലെ പ്രദക്ഷിണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ബാൻഡ് സെറ്റ് ഫുള്ളായിട്ട് ഇന്നുണ്ട്. അപ്പം ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൊണ്ട് ഒരു 9 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. അപ്പോഴേക്കും ഈ വരിയിലത്തെ അമ്പ് പോകണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ചെണ്ടയുടെ സൗണ്ടും ബാൻഡ് സൗണ്ടൊന്നും കേൾപ്പിക്കാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമെന്ന് പേടിച്ചിട്ടാട്ടോ. അങ്ങനെ ഞങ്ങൾ ആ വഴി കടന്ന് പിന്നെ ഒഴിക്കുമ്പോൾ റോട്ടിൽ വേറെ അമ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി. ഈ പ്രാവശ്യം ഞങ്ങൾ കാറും കൊണ്ട് കറങ്ങി നടക്കുകയായിരുന്നു. എവിടെയും പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല. ലാസ്റ്റ് എവിടേക്കോ ഒരു അമ്പലത്തിൻ്റെ സൈഡിലും മുക്കിലൊക്കെ കൊണ്ടുപോയിട്ടാട്ടോ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തത്. അങ്ങനെ ഞങ്ങളിതേ എനിക്ക് തോന്നുന്നത് 10:30 ആകുമ്പോഴേക്കും അമ്പോളമൊക്കെ കയറി കഴിയണമെന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുവിധം 3-4 അമ്പോളമൊക്കെ കയറാറായി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പൂമല പെരുന്നാൾക്ക് ഇവിടെയും കണ്ട പ്രത്യേകത എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ നന്നായി ഡാൻസ് കളിക്കേണ്ടതിൻ്റെ ഇടയിൽ കിടന്നിട്ട്. അതായത് ഇപ്പം അങ്ങനെ പെണ്ണുങ്ങളാണെങ്കിൽ അങ്ങനെയൊന്നും ഒരു ഇതില്ല. എല്ലാവരും ഡാൻസ് കളിക്കേണ്ടത് വീഡിയോയിൽ നോക്കിയാൽ കാണാം. സെൻറ്ററിൽ കിടന്ന് കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു വിധം പാർക്കിങ് കിട്ടിയില്ല എന്നൊക്കെ വിചാരിച്ച ഒരു സൈഡിൽ ഞങ്ങൾ പാർക്ക് ചെയ്തു. ഞങ്ങൾ പള്ളിയുടെ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴേക്കും ഒരു ബാൻഡ് സെറ്റ് അവിടെ നിൽക്കണ്ടായിരുന്നു. ഇവിടെ വരെ കൊട്ടിയിട്ട് പിന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ നിർത്തി കൊട്ടിക്കും. അതിന് ശേഷം നിർത്തുകയായിട്ട് ചെയ്യാം. അപ്പോഴാണ് മുകളിലൊരു സാധനം പറക്കണത് ഇങ്ങേര് കണ്ടത്. എനിക്കത് വേണം, എനിക്ക് ആ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് തുടങ്ങിയില്ലേ കരച്ചിൽ. ഞാൻ പറഞ്ഞു, ഉണ്ണി അത് കളിപ്പാട്ടമല്ല, അത് അവർ വാങ്ങിക്കാൻ തരില്ല, അത് ക്യാമറയാണ്. ഒരു പൊടിക്കൊന്നും കൊട്ടാക്കിയില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ മയക്കിയെടുത്ത്. അപ്പോഴും ആളുടെ കണ്ണ് മുകളിലേക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും പിന്നെ ലൈറ്റ് കത്തണം, ബലൂണ്, അത് ഇത് എന്ന് പറഞ്ഞ് പിന്നെ ബഹളമായി. അപ്പോൾ പറഞ്ഞു ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒരു ദിവസത്തേക്ക് പോലും ഉണ്ടാവില്ല, 5 മിനിറ്റുള്ള അതൊക്കെ പിടിച്ച് വലിച്ചതാവും. കണ്ട ആ സൈഡിൽ 2 കൂട്ടുണ്ട്. എനിക്ക് ഈ പേപ്പർ പറക്കണതിൻ്റെ സെൻറ്ററിൽ പോയി നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇതുവരെ എപ്പോഴാണ് പൊട്ടിക്കാൻ നമുക്കറിയില്ലല്ലോ. അവിടെ ഇവിടെയും പോയി നിന്നാലും ഞങ്ങൾ നീങ്ങണ ആ സമയത്ത് നോക്കിയിട്ടായിരിക്കും ഈ സാധനം പൊട്ടിക്കുക. അയ്യോ, ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ഇവിടെ പൊട്ടിക്കും, ഇവിടെ നിന്ന് കിട്ടാൻ വേണ്ടി അങ്ങോട്ട് എത്തുമ്പോഴേക്കും അവിടെയും പൊട്ടിക്കും. ലാസ്റ്റ് ഒരു വിധം പൊട്ടിക്കണത് കണ്ടിട്ട് പോട്ടി ഞാൻ ക്യാമറയും കൊണ്ട് ഓടി അതിൻ്റെ സെൻറ്ററിൽ പോയി നിന്നിട്ടാട്ടാ കുറച്ച് തലയിൽ വന്ന് വീണത്. നല്ല രസമായിട്ടത് ഡയറക്റ്റ് വ്യൂ ആയിട്ട് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ 2-3 ബാൻഡ് സെറ്റൊക്കെ കണ്ട്. പിന്നെ ഇവന്മാരൊക്കത്തെ കേരളമാണ് സഹിക്കാൻ പറ്റാത്തത്. ഇതൊക്കെ വരുമ്പോൾ ഇങ്ങനെ മേത്ത് കയറി ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മളെക്കൊണ്ട് ക്യാമറ ഇതെല്ലാം കൂടി നമ്മളെക്കൊണ്ട് പിടിക്കാൻ പറ്റില്ല. ഇന്നലെ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്നാകുമ്പോഴേക്കും നല്ല ഫുൾ ആൾക്കാരായിരുന്നു. ഇന്നലെ നമ്മൾ കാർണിവൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇന്നലെ കയറാൻ പറ്റാത്ത കാരണം ഞങ്ങൾ ഇന്ന് കയറാമെന്ന് വിചാരിച്ചു. പക്ഷെ കൂടെ കൊണ്ടുപോയ ആൾക്കാർ ബലവേഷ്. മക്കൾക്കും പേടി, അപ്പനും പേടി. ഞാനാണെങ്കിൽ ഒറ്റയ്ക്കിട്ട് കയറിയില്ല. എൻ്റെ ആ കറങ്ങണ സാധനത്തിന്മേൽ കയറണം എന്ന് പറഞ്ഞിട്ടാട്ടോ ഒരുത്തം കയറി നടക്കണേ. ഇവിടെ പാട്ടുകളും ഫുൾ അധികം ഇതില്ല, ഈ കാണണ റൈഡുകൾ തന്നെയുള്ളൂ കേട്ടോ. പിന്നെ ഒരു പേടി, ഇവർ താൽക്കാലികമായിട്ട് ഇങ്ങനെ സ്ഥാപിച്ചതല്ലേ, എങ്ങാനും വലിയ പ്രശ്നം ഉണ്ടായാലോ എന്ന് വിചാരിച്ച് പേടി കൊണ്ടും കയറിയില്ല. ഇവന്മാർക്ക് കയറണം എന്നുണ്ട് കയറണ്ടെന്നുണ്ട്, കയറാതെ നിൽക്കുമ്പോൾ ഒരു പേടി. അങ്ങനെ ഞങ്ങൾ വെറുതെ എല്ലാം ഒന്ന് ചുറ്റി കാണിച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ടിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു കേട്ടോ. ഞങ്ങൾ അതിൻ്റെ മരണക്കിണറൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ, റൈഡുകളൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ടായിരുന്നു വാശി. പിന്നെ ഒടുക്കത്തെ റേറ്റും. ഞാൻ പറഞ്ഞു ഇത് വേണമെങ്കിൽ വാപ്പ പാർക്കിൽ കൊണ്ടുപോയിട്ട് ഫ്രീ ആയിട്ട് കറക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നും ഞങ്ങൾ കൊണ്ടുവന്നു. മരണക്കിണറിൻ്റെ ഉള്ളിലേക്ക് പിന്നെ പോയില്ല, അത് കാണാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ ഉണ്ണോള് പേടിക്കേണ്ടെന്ന് വെച്ചിട്ട് ലാസ്റ്റ് ഞങ്ങളിതേ ഉണ്ണോള് ഇതിൽ കയറണം കണ്ടിട്ട് ഇതിൽ കയറ്റാമെന്ന് പറഞ്ഞ് പറയണേ. 2 പേർക്കും പേടിയത്രേ. ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല, ഞങ്ങൾ തിരിച്ച് പോന്നു. ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു. ചേട്ടൻ മാംഗോ ബാറും ഞങ്ങൾ 3 പേരും ചോക്കോബാറും. ലാസ്റ്റ് ആ മാംഗോ ബാറും തല്ലായി. ആ ചോക്കോബാർ ഫുള്ള് ഞാനും തിന്നു, ചേട്ടൻ്റെ മാംഗോ ബാർ അവരും തിന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പെരുന്നാളൊക്കെ അവസാനിച്ച് ഞങ്ങളങ്ങനെ വീട്ടിൽ പോയി. പിന്നെ അടുത്ത പെരുന്നാൾ വീഡിയോ